Watch full episodes on Jio Hotstar. മോട്ടു പത്ലു സാറേ, ഞാൻ കേൾക്കണ്ടേ നിങ്ങൾ ഫുർഫുർ നഗറിനെ അപരാധ വിമുക്തയാക്കിയെന്ന്. നിങ്ങളൊരു സംഭവമാണല്ലോ. നിങ്ങൾ എങ്ങനെ ഈ ക്രിമിനൽസിനൊക്കെ പിടിക്കുന്നത്? അവന്മാരാണെന്ന് മനസ്സിലായില്ലല്ലോ. അത് മോട്ടു പത്ലുവും അവരുടെ കൂട്ടുകാരുമാണ്. ഇവിടെ കറങ്ങാൻ വന്നിരിക്കുക. ഫുർഫുറി നഗരത്തിൽ കുറ്റവാളികളെയൊക്കെ പിടിച്ചു കൊടുക്കുന്ന ധീരന്മാരാണ് ഇവര്. അവരിപ്പോ നമ്മുടെ ഏരിയയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഏരിയയിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? ഇവരുടെ അഹങ്കാരം അടക്കാൻ ഞാൻ ഇവരിൽ നിന്ന് തന്നെ മോഷ്ടിക്കാൻ പോവുകയാണ്. ഇല്ലെങ്കിൽ എന്റെ പേര് ഇന്നു മുതൽ ചോട്ടു ദാദ എന്നല്ല. ഇപ്പോ ഞാൻ എന്ത് കളിയാണ് കളിക്കാൻ പോകുന്നത് കണ്ടോളൂ. ഇങ്ങോട്ട് മാറിക്കണം. നിങ്ങളെല്ലാം ശരിക്കും മഹാന്മാരാണ്. ഫുർഫുറി നഗരത്തിൽ ഇപ്പോൾ കുറ്റകൃത്യങ്ങൾ ഒന്നും തന്നെ ഇല്ലല്ലോ. എന്റെ അഭിനന്ദനങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. താങ്ക് യു. നിങ്ങളോടൊപ്പം ഒരു സെൽഫി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് അഭിപ്രായം? സാർ ഇങ്ങോട്ട് നോക്കുന്ന ചിരിക്കൂ. എല്ലാരും ഇങ്ങോട്ട് ചേർന്ന് നിൽക്കേ. താങ്ക് യു സാർ. എന്റെ പേരാണ് ചോട്ടു ദാദ. എപ്പോഴും എന്റെ പേര് ഓർമ്മയുണ്ടാവണം, മറക്കാൻ പാടില്ല. അല്ലെങ്കിലും അത്ര പെട്ടെന്ന് നിങ്ങൾ എന്നെ മറക്കാൻ പോകുന്നില്ല. ഞങ്ങൾ പിന്നീട് ഒരു ദിവസം ഇന്റർവ്യൂ തരാം. ബൈ. വരൂ കൂട്ടുകാരെ, നമുക്കൊരു ചായ കുടിക്കാം. കുടിക്കാമല്ലോ. കുടിക്കാം. കടിയുമാവാം. ഹലോ മോട്ടു സാർ, ഞാൻ ചോട്ടുദാദയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. സത്യത്തിൽ എന്റെ പേരിൽ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ ദാദ. പക്ഷെ ഞാൻ ചെയ്യുന്നതെല്ലാം വലിയ വലിയ ജോലികളാണ്. ഇനി താങ്കൾ ശ്രദ്ധിച്ചു കേൾക്കണം താങ്കൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുൻപിൽ ഒരു കറുത്ത സൂട്ടിൽ ഒരു കറുത്ത ഹാറ്റുമിട്ട് കറുത്ത പെട്ടിയുമായി ഒരാൾ അവിടെ വരും, മനസ്സിലായോ? അയാളുടെ ബ്രീഫ് കേസ് അയാളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് എന്റെ കയ്യിൽ കൊണ്ടു തരണം. എന്തിനാണെന്ന് വെച്ചാൽ അയാളുടെ ബ്രീഫ് കേസിലുള്ളത് ഡയമണ്ട്സ് ആണ്, നല്ല ഡയമണ്ട്സ്, മനസ്സിലായോ? തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? എടാ, ഞാൻ കള്ളന്മാരെ പിടിക്കുന്നവനാടാ, അല്ലാതെ മോഷ്ടിക്കുന്നവനല്ല. നീ അത് ചെയ്യില്ല അല്ലേ? എങ്കിൽ ശരി, നീ ആരെ തൊട്ടാലും അവന്റെ അവസ്ഥ വളരെ മോശമായി തീരും. ഉദാഹരണത്തിന് നിന്റെ കയ്യിലിരിക്കുന്ന കപ്പിന്റെ അവസ്ഥയൊന്ന് നോക്ക്. അല്ല, ഇതെന്താ സംഭവിച്ചത്? ചേട്ടാ മോട്ടു, എന്റെ ചങ്ങ ബ്രോ, നീ എന്തിനായി കപ്പ് പൊട്ടിച്ചത്? പറ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ പേരിൽ മാത്രമേ ചോട്ടു എന്നുള്ളൂ. പക്ഷെ ചെയ്തതെല്ലാം വലിയ വലിയ ജോലികളാണ്. പറഞ്ഞത് കേട്ടല്ലോ. 4 മണിക്ക് കറുത്ത സൂട്ട് കേസ് എന്റെ കയ്യിൽ കൊണ്ടു തരണം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയാം. ഹലോ, എന്താ പത്ലു ഇതൊക്കെ? ഇത് അവനാണ് നമ്മുടെ കൂടെ ഫോട്ടോ എടുത്തില്ലേ, അവൻ തന്നെ. അത് ശരി. പക്ഷെ അവൻ ഇതൊക്കെ എങ്ങനെ ചെയ്ത്? നിക്ക്, ഞാനും വരാം. എന്ന് വെച്ചാൽ അവൻ ദൂരെ എവിടെയോ നിന്ന് നമ്മളെ നോക്കുന്നുണ്ടെന്ന് അർത്ഥം. എന്താ മനസ്സിലായോ? ലേസർ പോലുള്ള എന്തെങ്കിലും രശ്മികൾ ഉപയോഗിച്ചാവും അവൻ ഈ കപ്പ് ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. വേഗം വാ, നമുക്ക് പോയി അവൻ എവിടെയുണ്ടെന്ന് നോക്കാം. വരൂ. അവനെ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. ചേട്ടാ, പെട്ടെന്ന് വണ്ടിയെ കയറി പ്ലാൻ പറയാന്നിട്ട്. മോട്ടുവിന് കൈ കൊടുക്കുന്ന സമയത്ത് ഞാൻ അവന്റെ കയ്യിൽ ഒരു പൊടി തടവിട്ടുണ്ടായിരുന്നു. ഇനി അവൻ ആ കൈ കൊണ്ട് എന്ത് വസ്തുവിനെ തൊട്ടാലും ആ സമയത്ത് ഞാൻ ഇവിടുന്ന് ഈ റിമോട്ടിന്റെ ബട്ടൺ പ്രസ് ചെയ്താൽ അത് അപ്പൊ തന്നെ പൊട്ടിത്തെറിക്കും. അല്ലാഹുവിന്റെ പേരിൽ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ. അയ്യോ 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 അയ്യോ, വീണു. ആരെങ്കിലും എന്റെ ഈ ജാർന്ന് പിടിക്കോ, പ്ലീസ്. എന്റെ ഫോൺ അടിച്ചു. ഇത് കയ്യിലുണ്ടായിരുന്നോണ്ടാ എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞത്. അതിനെ സൂക്ഷിച്ചു പിടിക്കണം കേട്ടോ, പ്ലീസ്. അത് മുഴുവൻ ബദാമിന്റെ ഓയിലാണ്. അത് ഞാൻ 20 ലക്ഷം കൊടുത്ത് വാങ്ങിച്ചതാ. ഓക്കെ. ഹലോ ബേബി, ഞാൻ ആ ജാറ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി അത് കൊണ്ടുവരുന്നുണ്ട്. ഹലോ മോട്ടു സാറേ, ഇപ്പൊ എന്താ സംഭവിക്കുന്നറിയാമോ? സൗണ്ട് വീണ്ടും വരുന്നല്ലോ. എന്താ നിങ്ങൾ ഇതിനകത്ത് ഒച്ച ഏൽപ്പിച്ച് ഡാൻസ്? അയ്യോ, ആണ്ട് കിടക്കുന്നു.
നടക്കുന്നു എന്റെ ബാദാമോയിൽ മുഴുവൻ റോട്ടില്. എന്റെ ബീവി ഇനി എന്നെ വെറുതെ വിടില്ല. ഞാനും നിങ്ങളെ വെറുതെ വിടില്ല കേട്ടോ. സോറി സാറേ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. എവിടെയാ നിക്കവിടെ? അവിടെ നിൽക്കാനാ പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടൂല്ല. ഇതാ പിടിച്ചോ. അല്ല, എന്താ അവിടെ നടക്കണേ? എന്തെങ്കിലും മാജിക് നടക്കണുണ്ടോ? ആകാശത്തു നിന്നൊക്കെ തേങ്ങ പൊഴിഞ്ഞു വീഴണേ. എന്തായാലും നമുക്ക് പോലീസിനെ ഒന്ന് വിളിച്ചേക്കാം. ഹലോ, തടുത്ത് നിർത്താനല്ലേ പറഞ്ഞത്? അതിനെങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്താണോ വേണ്ടത്? എന്തിനാ എന്റെ പുറകിൽ തന്നെ ഇങ്ങനെ വരുന്നത്? ഞാൻ തന്നോട് പറഞ്ഞില്ലേ, ചോട്ടാദാദയുടെ പേരിൽ മാത്രമേ ചെറുതെന്ന് അർത്ഥമുള്ളൂ. പക്ഷെ ചെയ്യുന്ന ജോലികളൊക്കെ വലുതാണ്. 4 മണിക്ക് കറുത്ത സൂട്ടിട്ട് വരുന്ന ആളുടെ കയ്യിൽ നിന്ന് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അടുത്ത് വെച്ച് അയാളുടെ കയ്യിൽ നിൽക്കുന്ന കറുത്ത പെട്ടി എടുത്തുകൊണ്ട് വരണം. ഓക്കെ, പക്ഷേ വളരെ രഹസ്യമായിരിക്കണം. കാരണം അത് വളരെ വിലപിടിപ്പുള്ള ഡയമണ്ട്സ് ആണ്. പറഞ്ഞത് കേട്ടല്ലോ, ഇനി സംശയമൊന്നും പാടില്ല. എന്റെ പത്തലോ, ഇവൻ എന്റെ ജീവിതം തന്നെ കുളം തോണ്ടെന്നാണല്ലോ തോന്നുന്നത്. ഞാൻ എന്ത് തന്നെ തൊട്ടാലും അത് പെട്ടെന്ന് ബ്ലാസ്റ്റ് ആയി പോകുന്നല്ലോ. ഇങ്ങനെ ആയ പിന്നെ ഞാൻ എങ്ങനെയാ ജീവിക്കുക? മോട്ടൂത്തെ അങ്ങോട്ട് നോക്ക പോലീസ്. വേഗം വാ, നമുക്ക് അവരോട് പോയി പറയാം. വാ. ഇത് നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഇത് ആരാ ചെയ്തത്? ദേഷ്യപ്പെടല്ലേ സാറേ. ഇൻസ്പെക്ടർ സാറേ, ഇവൻ എന്ത് തൊട്ടാലും അപ്പൊ അവിടെ ബ്ലാസ്റ്റ് നടക്കാനട്ടാ. എന്താണ് തമാശ കളിക്കാണ് നമ്മുടെ കൂടെ? എടാ ദാമോദര, ഒന്ന് നോക്കിക്കേടാ ഇത്. സാറേ, ഇവര് പറയുന്നത് സത്യമാണ്. ഇനി ഞാൻ നിങ്ങളുടെ ജീപ്പ് എന്റെ കൈകൊണ്ട് തൊടുവാണെങ്കിൽ നിങ്ങളുടെ ജീപ്പ് ബ്ലാസ്റ്റ് ആയി പോവും. വിശ്വാസം ഇല്ലെങ്കിൽ ഒന്ന് ചെക്ക് നോക്ക്. വേണ്ട വേണ്ട, ഇയാളെ പിന്നെ ബ്ലാസ്റ്റ് ചെയ്യട്ടോ. ഞാൻ ഇവിടെ ഓടുക. എന്റെ തലമണ്ട ശരിക്കും കറങ്ങുന്നുണ്ട് കേട്ടാ. വിടൂല്ല ഒരുത്തനെയും. ഡേയ്, മര്യാദയ്ക്ക് ഇവിടെ വാടാ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരണ. പത്തുലു, ആ ദാദ എന്റെ കൈ രണ്ടും ഉപയോഗിക്കാൻ പറ്റാത്തതുപോലെ കെട്ടിക്കളഞ്ഞല്ലോ. ഞാനിപ്പോൾ മാസ്റ്റർ ബ്ലാസ്റ്റർ മോട്ടുവായി കഴിഞ്ഞു. എന്തിനെ തൊട്ടാലും അത് ബ്ലാസ്റ്റ് ആയി പോകുന്നുണ്ട്. പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? അതുകൊണ്ട് നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ കേൾക്ക്. ആരുടെ ഫോണ്? മോട്ടു സാർ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഞാൻ ചോട്ടുദാദയാണ് സംസാരിക്കുന്നത്. അതെ, എനിക്കറിയാം എന്റെ ചോട്ടു ദാദ. കണ്ടു, നിന്റെ ജോലി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ ഒരു ചെറിയ ദാദയാണെങ്കിലും നീ ചെയ്യുന്ന ജോലികളൊക്കെ വലുതാണ്. ഞാൻ നിന്റെ ജോലികൾ ചെയ്തോളാം. പക്ഷേ എന്റെ പുറകിലുള്ള ഈ നടത്തം ദയവ് ചെയ്ത് വിടൂ പ്ലീസ്. പിടിക്കവനെ പിടിക്ക. അവനിതേ എന്റെ പെട്ടിയും കൊണ്ട് ഓടുന്നേ. ചോട്ടു ദാദ, നിങ്ങൾ എവിടെയാ ഉള്ളത്? ഇന്നാ ബ്രീഫ് കേസ് വാങ്ങിക്കോളൂ. ഇനി എന്റെ പുറകിൽ നിന്ന് മാറിത്താ. ചോട്ടുദാദ, നിങ്ങളോ? അതെ, ഞാൻ തന്നെ. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് മനസ്സിലായോ? ഇനി എനിക്ക് തന്നോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് തന്റെ ഫുർഫുരി നഗരമല്ല. ഇവിടുത്തെ കുറ്റവാളികളെ എങ്ങാനും താൻ പിടിക്കാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കാന്നറിയോ? വലിയാളൊക്കെ തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം മാത്രം പറയൂ, ഈ ബ്ലാസ്റ്റുകളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതുകൊണ്ടാണ്. മോട്ടു, പിടിക്കവനെ. അയ്യോ വേണ്ട, അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. അങ്ങോട്ട് മാറോ. വിടരുത് അവനെ, പിടിക്കാൻ. ഇങ്ങനൊന്നും ചെയ്യല്ലേ. എന്നെ രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ, നീ എവിടേക്കായി ഓടുന്നേ? പത്തലോ, ബട്ടൺ അമർത്തിക്കോ.
തെറ്റുപറ്റിപ്പോയി സാർ, തെറ്റുപറ്റിപ്പോയി. ദയവേത് എന്നോട് ക്ഷമിക്കണം. ഇപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഫുർഫുരി നഗരത്തിൽ തെറ്റുകളൊന്നും നടക്കാത്തതെന്ന്. നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ കുറ്റങ്ങളൊന്നും സംഭവിക്കില്ല. താങ്ക് യു മോട്ടു. ചോട്ടു ദാദാ, എന്റെ കയ്യിൽ പറ്റിപ്പിടിച്ച ആ കെമിക്കലൊക്കെ എങ്ങനെയാണ് ഞാൻ വൃത്തിയാക്കുക? ഇല്ലെങ്കിൽ ദാ ഇത് പിടിക്കൂ, അത്രേ ഉള്ളൂ. ഇനി മുതൽ ആ കെമിക്കൽ കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. ദയവേത് നിങ്ങൾ ഇനി എന്റെ പുറകെ വരരുത് ചേട്ടാ. ഇനി ഈ ജന്മത്തിൽ നിങ്ങളുടെ മുഖം എനിക്ക് കാണുമെന്ന് പോലും ആഗ്രഹമില്ല. ദയവേത് എന്നെ പിടിച്ച് ജയിലിനകത്താക്കണം സാർ. ഇങ്ങോട്ട് വരൂ സാർ, വരൂ, ജയിലിലാക്കൂ പ്ലീസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.